ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എറിത്രോസൈറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ചു. അടുത്ത് നമുക്ക് WBCസിനെ പറ്റിയിട്ടും പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. WBC ല്യൂക്കോസൈറ്റ്സ് മെയിനായിട്ട് രണ്ട് തരമാണുള്ളത്. ഒന്ന് ഗ്രാനുലോസൈറ്റും രണ്ട് എഗ്രാനുലോസൈറ്റും. ഓക്കെ, അതിന് മുമ്പ് WBCയുടെ നമ്പർ ഒന്ന് നോക്കിയാലോ. എത്രയുണ്ട്? 6000 to 8000 per millimeter cube. ഷേപ്പ് എന്താണ്? ഒരു അമീബോയിഡ് ഷേപ്പാണ് എന്ത് നമ്മുടെ WBC. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇതൊരു പ്രത്യേകതരം മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നമ്മുടെ ബ്ലഡ് കാപ്പിലറി ആണെന്ന് വെച്ചോളൂ. ഇത് നമ്മുടെ ടിഷ്യൂ. ഇവിടെ ഒരു ബാക്ടീരിയ നമ്മുടെ WBC വഴി ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോഴാണ് ഈ ബാക്ടീരിയനെ കാണുന്നത്. അപ്പോൾ ഈ ബ്ലഡ് കാപ്പിലറീസിൻ്റെ ഉള്ളിലേക്കൂടെ സ്ക്വീസ് ചെയ്ത് വന്നിട്ട് ഈ ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ WBC ഇവിടെ എത്തും. ഈ ഒരു സ്ക്വീസ് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ഡൈപെഡസിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഡൈപെഡസിസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. അതായത് രണ്ട് തരമാണ് WBC ഉള്ളതെന്ന് പറഞ്ഞു. ഒന്ന് ഗ്രാനുലോസൈറ്റും ഒന്ന് എഗ്രാനുലോസൈറ്റും. ഈ ഗ്രാനുലോസൈറ്റിൽ വരുന്നതാണ് ബെൻ. അത് ബെൻ എന്ന് വെച്ചാൽ ബേസോഫിൽ, ഈസിനോഫിൽ, ന്യൂട്രോഫിൽ. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണുള്ളത്? ന്യൂട്രോഫിലാണ് ഏറ്റവും കൂടുതൽ. 60 to 65% ന്യൂട്രോഫിലാണ്. ന്യൂട്രോഫിലിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസിഡിക്കും ബേസിക്കും ആയിട്ടുള്ള ഡൈ യൂസ് ചെയ്യാറുണ്ട്. ഹെൻസ് ഇത് ന്യൂട്രോഫിൽ അല്ലേ. സോ ആസിഡിക് ആണെങ്കിലും ബേസിക് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഫാഗോസൈറ്റോസിസ് ആണ് ന്യൂട്രോഫിലിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, അടുത്താണ് ഈസിനോഫിൽ. ഇനി മുതൽ ഈസിനോഫിലിൻ്റെ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത് ഇലർജി. അലർജിക്ക് പകരം ഇലർജി എന്ന് ഓർത്ത് വെക്കുക. അതായത് ഈസിനോഫിലിലെ ഫോർ അലർജിക് റെസ്പോൺസ്. ഓക്കെ, ഈസിനോഫിൽ ഈസ് ഫോർ അലർജിക് റെസ്പോൺസ്. ഇത് 1 to 2% ആണ് കാണുന്നത്. പിന്നെ ആസിഡിക് ഡൈ വെച്ചിട്ടാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് ലാസ്റ്റ് വൺ ബേസോഫിൽ. ഇതാണ് ഏറ്റവും കുറവ് കാണുക. ബേസോഫിലാണ് ഏറ്റവും കുറവ്. ഓക്കെ, അത് ബേസിക് ഡൈ വെച്ചിട്ടാണ്, ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബേസിക് ഡൈ വെച്ചിട്ടാണ് സ്റ്റെയിൻ ചെയ്യുക. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. പിന്നെ 3 സാധനങ്ങൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്: ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ. ഹെപ്പാരിൻ അറിയാലോ, ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. ഹിസ്റ്റമിൻ വാസോ ഡയലേറ്ററും, സെറോട്ടോണിൻ വാസോ കൺസ്ട്രിക്ടറും. ഓക്കെ, ഇപ്പോൾ ഈ മൂന്നെണ്ണത്തിനെ കാര്യം കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? അടുത്തത് ഇനി വരുന്നതാണ് എഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സിന് പേര് വരാൻ കാരണം എന്താ? അതിൽ ഗ്രാനുൾസുകളുണ്ട്. എഗ്രാനുലോസൈറ്റ്സിന് എന്തില്ല? ഗ്രാനുൾസ് ഇല്ല. ഓക്കെ, ഇതിൽ വരുന്നത് ആരൊക്കെയാണ്? മോണോസൈറ്റും ലിംഫോസൈറ്റും. ഓക്കെ, ഈ മോണോസൈറ്റാണ് എന്തായിട്ട് മാറുക? അതായത് ഈ മോണോസൈറ്റ് കുറേ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് ടിഷ്യൂസിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് എന്തായി മാറും? മാക്രോഫേജ് ആയി മാറും. മാക്രോഫേജിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഫാഗോസൈറ്റോസിസ്. ഓക്കെ, നെക്സ്റ്റ് ലിംഫോസൈറ്റ്. 2 തരം ലിംഫോസൈറ്റ് ആണുള്ളത്. ഒരെണ്ണം ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. രണ്ടും ഉണ്ടാവുന്നത് എവിടെ വെച്ചിട്ട് തന്നെയാണ്? ബോൺ മാരോയിൽ വെച്ച് തന്നെയാണ്. പക്ഷേ ഇവർ മെച്യൂർ ചെയ്യുന്ന സ്ഥലമാണ് ഡിഫറെൻറ്റ്. ബി ലിംഫോസൈറ്റ് ബോൺ മാരോയിൽ തന്നെ മെച്യൂർ ആവും. ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്ലാൻഡിലാണ് മെച്യൂർ ആവുക. ഓക്കെ, അപ്പോൾ ലിംഫോസൈറ്റിനെ പറ്റി മോണോസൈറ്റിനെ പറ്റി മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്യുന്നത് മെഗാ കാരിയോസൈറ്റിൽ നിന്നാണ്. ഓക്കെ, മെഗാ കാരിയോസൈറ്റിൻ്റെ ഫ്രാഗ്മെൻറ്റേഷൻ മൂലമാണ് എന്തുണ്ടാവുന്നത്? പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ കൗണ്ട് NCERT പറഞ്ഞിരിക്കുന്നത് 1,50,000 മുതൽ 3,50,000 വരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പെർ മില്ലിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിനെ ത്രോംബോസൈറ്റ് എന്നും പറയുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ഗസ് ചെയ്തേ, ത്രോംബോസൈറ്റോപീനിയ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം.
ത്രോംബോസൈറ്റോപീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതിന്റെ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ത്രോംബോപോയറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോണാണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫോർമേഷന് എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ത്രോംബോപോയറ്റിൻ ഉണ്ടാവുന്നത് എവിടെയാണ്? ലിവറിലാണ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ നമ്പർ കുറയുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു സിംറ്റംസ് കാണും. ആ സിംറ്റമിനെ പറയുന്ന പേരാണ് പെർപ്യൂര. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫോംഡ് എലമെന്റ്സിനെ പറ്റി നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ.